മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ വിശുദ്ധ യൗസേപ്പിതാവിന്റെ പ്രത്യേക മധ്യസ്ഥത വഴി നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിന്റെ തിരുനാള് നമ്മൾ ഇന്ന് കൊണ്ടാടുമ്പോൾ എല്ലാ തൊഴിൽ മേഖലകളിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യൗസേപ്പിതാവിന്റെ മധ്യസ്ഥത വഴി നിങ്ങളുടെ തൊഴിൽ മേഖലകൾ കൂടുതൽ അനുഗ്രഹീതമാകട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാ തൊഴിലിനും ഒരു മഹത്വമുണ്ട് എന്നുള്ളതാണ് ഈ തിരുനാൾ ആഘോഷത്തിലൂടെ ഈശോനാഥൻ നമ്മോട് പ്രത്യേകമായിട്ട് പറയുന്നത്. ഓരോ തൊഴിലും അത് ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് നമ്മൾ ഏറ്റുവാങ്ങേണ്ടതാണ്. ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നമ്മുടെ കടമയായിട്ട് നിർവഹണത്തിനായി നൽകിയിരിക്കുന്നതാണ് ഓരോ തൊഴിലും. അത് ദൈവകരങ്ങളിൽ നിന്ന് സന്തോഷത്തോടെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുമ്പോൾ, ആ തൊഴിലിൽ വിശ്വസ്തത പാലിക്കുമ്പോൾ, ആ തൊഴിലിനെ ഏറ്റവും അധികം സ്നേഹിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും വിശ്വസ്തരായി തീരും എന്നുള്ളതാണ് ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന തൊഴിലിനെ ഓർത്ത് അഭിമാനിക്കുവാനും അത് സ്നേഹത്തോടുകൂടെ ഏറ്റെടുക്കുവാനും ദൈവം തന്നിരിക്കുന്നതാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു നിർവഹണം നടത്തുവാനായിട്ടും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. എല്ലാ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട് എന്നുള്ളത് നമ്മൾ ആരും മറന്നു പോകരുത്. അധ്വാനത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് സ്വയം വളരുന്നതിലും മറ്റുള്ളവരെ വളർത്തുന്നതിലുമാണ്. വിശുദ്ധ യൗസേപ്പിതാവിന്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നതും ഇതുതന്നെയാണ്. അന്ന് ആ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഏറ്റവും താഴെയുള്ള ഒരു തൊഴിലെന്ന് പറയാവുന്ന ഒരു തൊഴിലായിരുന്നു മരപ്പണി എന്നുള്ളത്. വളരെ വലിയൊരു കുടുംബത്തിൽ നിന്നും ഇറങ്ങിപ്പോന്ന വിശുദ്ധ യൗസേപ്പിതാവ് താഴ്ന്ന തരത്തിലുള്ള ഒരു തൊഴില് ഏറ്റെടുക്കുമ്പോൾ അതിന്റെ മഹത്വത്തെക്കുറിച്ച് അവൻ തിരിച്ചറിഞ്ഞു. അതിലൂടെ അവൻ സ്വർഗത്തിലേക്ക് വളർന്നു. അതുപോലെ തന്റെ കൂടെയുള്ളവരെ വളർത്തുകയും ചെയ്തു. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്ര വലുതെന്ന് നമ്മൾ കരുതുന്നതായാലും എത്ര ചെറുതെന്ന് നമ്മൾ കരുതുന്നതായാലും ചെയ്യുന്ന തൊഴിലിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം സ്വർഗത്തിലേക്ക് ഉയരണം. ദൈവത്തിന്റെ സന്നിധിയിൽ വളർച്ച പ്രാപിക്കണം. മറ്റുള്ളവരെ വളർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ ഓരോരുത്തരും വളർത്തണം. അപ്പോഴാണ് ആ തൊഴിലിന്റെ മഹത്വം വർദ്ധിക്കുകയുള്ളൂ. വിശുദ്ധ യൗസേപ്പിതാവിന്റെ അധ്വാനം നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത് അധ്വാനം ശാപമല്ല എന്നുള്ളതാണ്. കഠിനാധ്വാനം ചെയ്യേണ്ടി വരുമ്പോൾ പലപ്പോഴും നമ്മളൊക്കെ കരുതും നമ്മളൊക്കെ ശപിക്കപ്പെട്ടവരാണ്, ഗതിയില്ലാത്തവരാണ് എന്ന്. എന്നാൽ കഠിനാധ്വാനത്തിന്റെ വഴിയിലൂടെ മാത്രമേ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനും ദൈവസന്നിധിയിൽ വില കണ്ടെത്തുവാനും നമുക്ക് സാധിക്കുകയുള്ളൂവെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. കഠിനാധ്വാനത്തെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന തൊഴില് അത് നമ്മെ ഓരോരുത്തരെയും ദൈവത്തോട് ബന്ധിപ്പിക്കുന്നതാണ് എന്നുള്ള ചിന്തയിൽ ലഭിച്ചിരിക്കുന്ന തൊഴിൽ അഭിമാനിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. വിശുദ്ധ യൗസേപ്പിതാവ് തന്റെ ജീവിതത്തിൽ ഏറ്റെടുത്ത തൊഴിലിലൂടെ ദൈവത്തോട് ബന്ധപ്പെട്ടു. അതുകൊണ്ട് തന്നെ അഭിമാനത്തോടുകൂടെ അവനത് ഏറ്റെടുക്കുക. ഈശോയെ കുറിച്ച് പറഞ്ഞത് എന്താ? അവൻ ആ തച്ചന്റെ മകനല്ലേ എന്നല്ലേ. സമൂഹത്തില് താഴെക്കിടയിലുള്ള ഒരു ജോലി ഏറ്റെടുക്കുമ്പോൾ തന്റെ കുടുംബവും അതിലൂടെ അറിയപ്പെടുമെന്നുള്ള ബോധ്യം യൗസേപ്പിതാവിനുണ്ടായിരുന്നു. പക്ഷെ യൗസേപ്പിതാവിന് മുമ്പിൽ നിന്നിരുന്നത് അതിനേക്കാളും വലിയൊരു കാര്യമാണ്. ഇത് തന്നെയും തന്റെ കുടുംബത്തെയും ദൈവത്തോട് ബന്ധിപ്പിക്കും എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏതു തൊഴിലിലും നമുക്ക് അഭിമാനിക്കാം. തൊഴിലെടുക്കുന്നത് സന്തോഷത്തോടുകൂടി എടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അത് നമ്മൾ എടുക്കുമ്പോൾ ദൈവത്തോട് നമ്മെ ബന്ധിപ്പിക്കുന്നതാണ് എന്നുള്ള ആ ഒരു ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. നമ്മുടെ അധ്വാന മേഖലകളെ പരിപൂർണമായിട്ട് യൗസേപ്പിതാവിന്റെ മധ്യസ്ഥത വഴി ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കളുടെയും അധ്വാന മേഖലകളെ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ പ്രത്യേക മധ്യസ്ഥത വഴി അനുഗ്രഹിക്കണമേ. ഇവരുടെ തൊഴിൽ മേഖലകളിൽ നിന്നുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും യോസേപ്പ് പിതാവിന്റെ മധ്യസ്ഥത വഴി ഈ ദിവ്യകാരുണ്യത്താൽ ബന്ധിച്ചു ബഹിഷ്കരിക്കുന്നു. തൊഴിൽ മേഖലയെ സ്നേഹിക്കുവാനുള്ള കൃപയും അഭിഷേകവും അവർക്ക് ലഭിക്കട്ടെ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലയിൽ നിന്ന് എല്ലാ തടസ്സങ്ങളും വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.